ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ഐഫോണിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബീച്ചിൽ പോകുന്ന ടൈമിൽ ആ ബീച്ചിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ ആ ബീച്ചിൽ നിന്ന് പോകുന്ന കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് എത്തിയാൽ ആ ബീച്ചിൻ്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് ആ ഫോട്ടോ ഉണ്ടായാൽ മതി. ആ ഫോട്ടോയിലെ ഇൻഫർമേഷൻ എന്തുണ്ടാവും, ലൊക്കേഷൻ ആഡ് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് പലർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. ഗൈസ്, ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോസ് ആപ്പിൽ പോയിട്ട് ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫർമേഷൻ കാണാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ഇൻഫർമേഷൻ കാണാനുള്ള ഈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ ഫോട്ടോത്തിൻ്റെ ഇൻഫർമേഷൻ കാണിക്കും. ഇതിൻ്റെ ഡേറ്റ്, റെസൊല്യൂഷൻ എടുത്ത് ടൈമൊക്കെ കാണിക്കും. അതിൻ്റെ താഴെ അവിടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷനിലോട്ട് പോകാനും പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ ട്രേസ് ചെയ്യാം. ഗൈസ്, അതുപോലെ തന്നെ ഇത് നമ്മൾ സെറ്റിംഗ്സിൽ എന്ത് ചെയ്യണം, ലൊക്കേഷൻ സർവീസിൽ പോയിട്ട് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ വൈൽ യൂസിംഗ് ലൊക്കേഷൻ ഓൺ ആയിട്ട് കിടക്കണം. നെവർ എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ഇത് വർക്ക് ചെയ്യൂല. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് കിട്ടണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം, യൂസിംഗ് ആപ്പിൽ ഓൺ ആയിട്ട് കിടക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് നമ്മൾ വല്ല ട്രിപ്പൊക്കെ പോകുന്ന ടൈമിലാണ്. ഓക്കെ, നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ പോയിട്ട് ആ ഇൻഫർമേഷനിൽ ലൊക്കേഷൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നത് ചെറിയ ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.